ഈ ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവരെ ഈ ലെവലിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ അടി അടിച്ചു കൊടുത്ത് പ്രവീണും ഈ ലെവലിലായി. ഞാൻ വന്നപ്പോ ഏട്ടനെ ഒറ്റപ്പെടുത്തി, ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാ ഞാൻ. എന്നാ പിന്നെ എന്തിനാ ഇവർ പെണ്ണി കിട്ടിച്ച് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് പറഞ്ഞാലും പറയാം ഒറ്റയ്ക്കില്ലേ നീ വീണ്ടും വന്നടിക്കോ നമുക്ക് പോവാട്ടോ ഇവിടെ കിട്ടുന്നുണ്ട്. അമ്മയെ പറയുന്നുണ്ട് അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചാലോ. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം? അവളാണ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പോൾ നല്ല പുള്ളിയൊന്നും അല്ല. അവൾ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണായിരിക്കും. അവളെ അടിച്ച നാരടിച്ച് വേറെ വല്ലവരും ആയിരുന്നില്ല. അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീ കയറണ്ട. നീ എവിടെയാന്ന് വെച്ചാൽ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് അറിയാം എന്റെ ചുണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം. എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുക. കാരണം അത് ഇൻഫെക്ഷൻ ആയി പഴുത്ത് എനിക്ക് പച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഓസ്കാർ കൊടുക്കേണ്ട അഭിനയം, നല്ല കിട്ടില അഭിനയമായിട്ടുള്ള നല്ല ഓസ്കാർ ഫാമിലി. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ പ്രവീണിൻ്റെ കൊച്ചൂസ് ഫാമിലി, പുതുതായിട്ട് തുടങ്ങിയ കൊച്ചൂസ് ഫാമിലി, നല്ല ഓസ്കാർ ഫാമിലി എന്ന് തന്നെ പേരിടണം. കൊച്ചൂസ് ഫാമിലി എന്നൊക്കെ ഇട്ടാൽ നമുക്ക് തീരെ അങ്ങ് ചെറുതായി പോകും. അപ്പോൾ നല്ല ഓസ്കാർ കിട്ടേണ്ട അവാർഡാണ് ഇവർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവീണവ് ഇവരുടെ ഇഷ്യൂസിൽ നടന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ലിറ്ററലി ഇപ്പം ഇവരുടെ വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പം വൈറൽ. സത്യം പറഞ്ഞാൽ മലയാള യൂട്യൂബേഴ്സ് മൊത്തം ഇവരെ വീഡിയോസാണ് ചെയ്യുന്നത്. കാരണം നല്ല അതിഗംഭീരമായിട്ട് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും. ഇതുപോലൊരു ഫാമിലി, ഇങ്ങനെ ഒരു ഫാമിലി ഇനി ഇല്ല എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി. അവരുടെ വീഡിയോസ് കാണാനായിട്ട് ഒരുപാട് ജനങ്ങളും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇവരുടെ ഫാമിലിയിൽ നടന്ന കഥകളെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ റിയൽ വേറെ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവരുടെ ലൈഫിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കുന്ന ഭർത്താവിനെ എടുത്തിട്ട് ഇടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് തൂക്കി തറയിലടിക്കുമെന്ന് ഭാര്യമാരോട്, തിരിച്ച് അതേ കാര്യം ഭർത്താക്കന്മാരോട് ഞാൻ ഇതോട് പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ലിറ്ററലി നമ്മൾ ഇതുപോലത്തെ റീൽസ് വീഡിയോസിലെ അവരുടെ സന്തോഷവും കാര്യങ്ങളും മാത്രം കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് അതേ സന്തോഷവും ഹാപ്പിനെസ്സും വേണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഇതുപോലെ വാട്ടർ ബ്രേക്കിംഗ് ആയി മെഡിക്കൽ കോളേജിലോട്ട് എന്തുകൊണ്ട് പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, അതിന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മറുപടിയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു റെസ്പോണ്ടായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നന്നായിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഫാമിലിയായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം തൽക്കാലം വേറെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വീട് റെൻ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയാനാ, ഒരു അഡ്രസ്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നേരെ തിരിച്ച് നമ്മുടെ ഓസ്കാർ ഫാമിലി, എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇന്നലെ പോലും ഞാൻ അവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്ത് ജെന്യൂൻ ഉണ്ടെന്ന് തോന്നിയതാണ്. ഇതിപ്പം നമുക്ക് ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുമ്പോൾ അവിടെ ഒന്ന് ഇവിടെ ഒന്ന്, ഇപ്പോൾ ഇവിടെ 2 ഇവിടെ 1 ആയിട്ടുള്ളൂ. നാളെ വല്ല നമുക്ക് അവിടെ 2 അടിക്കൂ ഇല്ലെന്ന് നമുക്കത് കണ്ടറിയാം. അവരുടെ അടുത്ത് വരുമ്പം നമ്മൾ തീർത്തും അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ എത്ര തന്നെ ശരിയുണ്ടെങ്കിലും അവരെ അടി കൊടുത്ത് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ഓസ്കാർ ഫാമിലി നടുക്ക് മോൻ, അച്ഛൻ, അമ്മ 3 പേരും വന്നിരുന്ന് പറയുക, ഇത് അവൻ്റെ വീടല്ലേ, അവന് വന്നൂടെ, അവന് നിന്നൂടെ, ഞങ്ങൾ എന്തെങ്കിലും പറയാൻ പോകുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം. ദാണ്ട ഈ ഒരു വീഡിയോ. കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്. ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവന്റെ വീട്. ഇതാണ് അവന്റെ വീട്. പിന്നെ ഏതാണ് അവന്? വേറെ ഏത് വീടാണ് ഉള്ളത്? നാട്ടുകാരായിട്ട് സഹകരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയമൊക്കെ തകർന്നു. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു എന്തോ യൂട്യൂബിൻ്റെ റവന്യൂ ഒക്കെ ഷെയർ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് മൃദുല ഈ പറയുന്ന കണക്ക് ഹസ്ബൻഡിനെ പിരിയൊക്കെ കയറ്റി മാറിയും തിരിഞ്ഞും തമ്മിലടിപ്പിച്ച് ഹസ്ബൻഡിനെയും കൊണ്ട് വേറെ വീട്ടിലോട്ട് പോകുന്നതാ. സ്വന്തം അച്ഛനെയും അമ്മേനെയും അനിയനെയും വിട്ടിട്ട് ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് യൂട്യൂബിൻ്റെ റവന്യൂ ഒക്കെ സ്വന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മേനെ എല്ലാം ഉപേക്ഷിച്ച് വേറെ വീട്ടിലോട്ട് പോകുന്ന ഇതിലൊക്കെ എന്ത് സന്തോഷത്തോടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമായിരുന്നു. ദേണ്ട കിടക്കുന്ന 2ാമത്തെ ഗോൾ ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടിയത് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് പ്രവീൺ അടിച്ചു കൊടുത്ത ഗോളിന്, ഈ ഒരു ഗോളിന് തിരിച്ചൊരു ഗോൾ അടിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം അടിച്ച അടിയിൽ ഗോൾ പോസ്റ്റ് വലയെല്ലാം കീറി ചന്നം പിന്നെന്ന് പറഞ്ഞ് അങ്ങ് പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അമ്മാതിരി ലെവലിലായിരുന്നു അടിച്ചു കൊടുത്തത്. സംഭവം ഒരിക്കലും ഇന്നലെ ഈ പറഞ്ഞ കണക്ക് ഓസ്കാർ അഭിനയം കാണിച്ചപ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ ഒന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒന്നും ഒരു ബോംബ് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംഭവം മനസ്സിലായില്ല. അന്ന് അവരവിടെ വെച്ച് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പുള്ളിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും ഇവരുടെ കൊച്ചൂസ് ഫാമിലി വിചാരിച്ചിട്ടില്ല.
ഭയങ്കരമായിട്ട് അത് നല്ല രീതിക്ക് ഇവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇന്നലെ അവർക്ക് ഒരുപാട്, ഇപ്പം 40 ലക്ഷത്തിന് മുകളിൽ അവരെ വീഡിയോസിൽ വ്യൂസ് കയറി. ഒരുപാട് എന്താ പറയാനാ, ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്തതായിരുന്നു ഇന്നലെ മൊത്തത്തിൽ. ഇന്ന് അത് മൊത്തം ഈ ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവരെ ഈ ലെവലിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ അടി അടിച്ചു കൊടുത്ത് പ്രവീണും ഈ ലെവലിലായി. ഇതിപ്പോൾ അവർ മത്സരിക്കുന്നത് സ്വന്തം സഹോദരൻ്റെ അടുത്തും സ്വന്തം മകൻ്റെ അടുത്തും, ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തുമാണ്. ഇതിൽ നമുക്ക് സന്തോഷവും കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ എന്താ പറയുക, ജെന്യൂനിറ്റി ഉള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം മൃദുല ഈ പറയുന്ന കണക്ക് ഫാമിലി ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങളുമായിട്ടോ അച്ഛനും അമ്മയായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മകനുമായിട്ട് വേർപിരിഞ്ഞു, അങ്ങനെ ഇങ്ങനെ എന്ത് തന്നെ ആയിക്കൊണ്ട് പോട്ടെ. കൊച്ചൂസ് ഫാമിലി, നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഗർഭിണിയായ ഒരു സ്ത്രീനെ നിങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും നിങ്ങളുടെ മകനെ ആ ഒരു ടൈം, ആ ഒരു കാലയളവിൽ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ആ ഭർത്താവിനെ, നിങ്ങളുടെ മകനായിരിക്കാം, ആ പെണ്ണിന് അയാൾ ഒരു ഭർത്താവാണ്, ആ ഭർത്താവിനെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൈകാര്യം ചെയ്ത് ദേഹമൊക്കെ ഉപദ്രവിച്ച് പറഞ്ഞ് വിടുമ്പോഴത്തേക്ക് ഏതൊരു ഭാര്യയും ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങളടുത്ത് ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികം. അതിനിപ്പം എത്ര തന്നെ തെറ്റ് ഇവർ ചെയ്തിരുന്നാലും നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് അംഗീകരിക്കാൻ. അത് ഭയങ്കരമായിട്ട് നമുക്കത് എന്താ പറയാനാ, നമുക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ഡൈജസ്റ്റ് ആവുന്നില്ല. സത്യമായിട്ട് ഭയങ്കര ബോറായിപ്പോയി നിങ്ങൾ ചെയ്ത ഒരു കാര്യം. നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഏഷ്യാനെറ്റിൽ അടുത്ത ഓസ്കാർ അവാർഡ് ഇന്നലത്തെ ആ വീഡിയോക്ക് എന്തോ അഭിനയം, എൻ്റെ കൊച്ചു ഭയങ്കര അഭിനയമായി പോയി കേട്ടോ. സത്യമായിട്ട് ലിറ്ററലി ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്കെതിരെ ചെയ്യുന്നവർക്കൊക്കെ ഇനിയിപ്പം നിങ്ങൾ മറ്റേ സ്ട്രൈക്കൊക്കെ കൊടുത്ത് പൂട്ടിക്കാൻ നിൽക്കുമായിരിക്കും. എന്നാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, നിങ്ങൾ അവിടെ തന്നെ തോറ്റു, മനസ്സിലായില്ല. ഇനി സ്ട്രൈക്ക് കൊടുത്താലും നിങ്ങൾ അവിടെ തോറ്റു. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സ്ട്രൈക്കുമായിട്ടൊക്കെ ഇറങ്ങിയാലും നിങ്ങൾ തോറ്റു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഓസ്കാർ തരേണ്ട അഭിനയവും കാര്യങ്ങളും കാഴ്ചവെച്ചതിന് കൊച്ചൂസ് ഫാമിലിക്ക് ഒരു പ്രത്യേക പുരസ്കാര അവാർഡ് ഈ 2024 അവസാനത്തോടെ നമ്മുടെ പ്രവീണിൻ്റെ വക തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ അവാർഡും വാങ്ങിച്ചിട്ട് അടുത്തൊരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ അടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം. പിന്നെ പൊതുവെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റിയൽ ലൈഫിൽ റീൽസിൻ്റെ ലൈഫുകൾ ആരും കൊണ്ടുവരരുത്. ഇതുപോലെ ആവരുത്. കാരണം അവന് അത്രയും സൗഭാഗ്യമുണ്ട്, സന്തോഷമുണ്ട്, അവരുടെ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഫാമിലികളിൽ വഴക്കും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത്. പിന്നെ കൊച്ചൂസ് ഫാമിലി ആയാലും പ്രവീൺ, പ്രണവ്, അവരുടെ അമ്മ, അച്ഛൻ, മൃദുല, ഇവരുടെ അടുത്ത് 5 പേരുടെ അടുത്തും പുതുതായി ജനിച്ച കുഞ്ഞു അവരുടെ അടുത്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഈ വീഡിയോസ് കാണുന്നവരായാലും ഓരോ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരായാലും നിങ്ങൾ ഓരോരുത്തരെ എന്ത് പറയാനോ കുറ്റം പറയുന്നത് തെറ്റായിട്ട് എന്നെ പറയണില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നാലും അവർ വീണ്ടും ഒന്നിക്കട്ടെ. അവരുടെ ചാനലിൽ തന്നെ അവർ 5 പേരും, 5 അല്ലല്ലോ ഇപ്പോൾ 6 പേരായി, അവർ 6 പേരും ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും കാണട്ടെ. ആ കുഞ്ഞിനെ അവരുടെ അമ്മയുടെ കൈകളിൽ കൊടുത്ത്, ഇല്ലെങ്കിൽ അച്ഛൻ എടുത്ത് അതിനെ സ്നേഹിക്കുന്നത്, അനിയൻ തോളോട് ചേർത്ത് വയ്ക്കുന്നതും, അങ്ങനെ ഒരു വീഡിയോ സത്യം പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് അവരുടെ ഫാമിലി വേർപിരിയുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നില്ലേ, അത് ഭയങ്കര, ആ കുഞ്ഞിന് വളർന്നു വരുന്നതോറും ആ കുഞ്ഞിന് തന്നെ ഒരു ദോഷമായിട്ട് വരും. ആ കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ അത് ഒരുപാട് അങ്ങനെ ബാഡായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ടോക്ക് വരും. അപ്പോൾ അതിൽ നിന്നും നല്ലത് ഇവർ ഈ പോയ വഴക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹേസർ വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ.